ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമർ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ കളിക്കണ കളിയൊക്കെ തോൽവിയാണ്. നമുക്കറിയാം തോൽവിയിലാണ് ഇപ്പോൾ നമ്മൾ കളിക്കുന്ന കളിയൊക്കെ നടക്കണേ. അപ്പോൾ ഈ തോൽവി മാറ്റാനായിട്ട് നമ്മൾ ഫോർമേഷൻ ഒന്ന് മാറ്റി പിടിക്കാൻ പോകട്ടോ. ചെറിയൊരു വ്യത്യാസം നടത്താൻ പോകണം. എനിക്ക് വിങ് വേണ്ട വെച്ചു, ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും വേണ്ട എന്നാണ് ഞാൻ വെച്ചത്. ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഫോർമേഷനായിട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇറക്കാത്ത കുറേ ആൾക്കാരെ ഇറക്കി ഒക്കെയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇറക്കാത്ത ആൾക്കാരൊക്കെ കളിക്കുന്നുണ്ടാവുമല്ലോ ഒരു രീതിയിൽ. എന്തായാലും നോക്കാം. എന്തായാലും ലോഗിനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് i50 കോയിൻ ഇടുന്നത് 50 കിട്ടിയിട്ടുണ്ട് കേട്ടോ. 50 കോയിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 720 നാളെ കേട്ടോ. നാളെ ഒരു 50 കോയിൻ മാച്ച് ഉണ്ടാവും. ആ മാച്ച് വിളിച്ചാൽ 7 to 7 തന്നെ ആവും കേട്ടോ. പിന്നെ ഇന്നത്തെ ഇത് നമ്മൾ അവിടെ നടുവിലോട്ട് തന്നെ ചിപ്പ് ചെയ്യുന്നു. ഈസി ഗോളും ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു തീരുമാനം ആയി. പിന്നെ ഈ പറഞ്ഞ വ്യാഴ്ച മിക്കവാറും ഡെയിലി ഗെയിം പുതിയത് കൊണ്ടുവരിക. അവരാരെ കൊണ്ടുവരിക വിചാരിച്ചിട്ട് നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ചിലപ്പോൾ ആരാ തീരുമാനിച്ചിട്ടുണ്ടോ ഈ പറഞ്ഞ വ്യാഴ്ച മെയിൻ അപ്ഡേറ്റ് ആകുമ്പോൾ അതിൻ്റെ ഭാഗത്തിൽ കൊണ്ടുവരാൻ വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കണേ. പിന്നെ ഇപ്പോഴത്തെ സ്ക്വാഡ് പറഞ്ഞാൽ ഇതാണ്. ഏകദേശം ഞാൻ മാറ്റിയാണല്ലോ അല്ലേ, ഞാൻ മറന്നുപോയി, ഒന്ന് മാറ്റട്ടെ. ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞുതരാം. ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇതാണ് ഇപ്പോഴത്തെ സ്ക്വാഡ്. ഈ സ്ക്വാഡിൽ ആർക്കെല്ലോ നമ്മൾ ഫോർമേഷൻ മാറ്റി പിടിക്കാൻ പോകണം. ഈ ഫോർമേഷന് ഒരു അലങ്കോലായിട്ട് ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം. നമുക്ക് ആങ്കർമാൻ ഉള്ളത് ഇത് ആങ്കർമാനാണ്. അപ്പോൾ ഇവൻ പെട്ടെന്ന് കേട്ടെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇങ്ങനെ ആക്കാം. ഇവിടെ കണ്ടക്കട്ടെ ഉണ്ട്. ഈ CV പൊസിഷൻ ഇങ്ങനെ ആക്കണം കറക്റ്റ്. എന്നിട്ട് കൈക്കാട് ഇതാൻ പെട്ട ഇപ്പം ഇങ്ങനെ ആക്കട്ടെ. എന്നിട്ട് ഇവന് ബോക്സ് ടു ബോക്സ് അല്ലല്ലോ, ഇവിടെ ഒരു ബോക്സ് ടു ബോക്സിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ ക്യാൻ്റെ നല്ല ബോക്സ് ടു ബോക്സ് ആണ് അല്ലേ? ആണ് ഗൈസ്, ക്യാൻ്റെ ആണ് നല്ല ബോക്സ് ടു ബോക്സ്. നമുക്ക് ഇവൻ്റെ പകരം ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ അടിയിക്കാക്കാം. ഗൈസ് മിസ്റ്റേക്ക് എന്ത് പ്ലെയർ റൈസ് മാത്രമൊന്നും കാര്യമില്ലോ, പ്രശ്നമുണ്ടല്ലോ. നമുക്ക് എല്ലാ വിങ്ങൊക്കെ DMF ഇവനും DMF ആയിട്ട് നിൽക്കും അല്ലേ? ഇത് ഇങ്ങനെ ആക്കാം. 2 DMF ആയിക്കോട്ടെ. എന്നിട്ട് ഞാൻ പറയാം ഒരു പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സെൻട്രൽ മിഡ്ഫീൽഡറിന് വേണേനോ. പക്ഷെ ഞാൻ നെയ്മറിനൊന്നും ഒഴിവാക്കണ മേലല്ലോ.
ഇത് വെറുതെ ഒരു ട്രൈ ആട്ടെ. ഈ ഫോർമേഷൻ ഞാൻ ചിലപ്പോൾ മാറ്റിയാണ്ട് ആദ്യം തന്നെ ആക്കും. ഞാൻ എന്താ പറയുക പറയണേ, ഇവിടെ അറ്റാക്ക് മിഡിൽ ഫീൽഡർ, ഇവിടെ എസ്സും പ്രശ്നം സുഖമായി. പക്ഷെ ഇങ്ങനത്തെ വെച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ കളിക്കാൻ കഴിയില്ല. അവിടെ ഒരു 3 ആൾ നെയ്മറിനെ പെടുക്ക വെക്കാം. അങ്ങനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ ക്യാൻ്റെ അല്ലാതെ ആദ്യത്തുണ്ട് ഗൈസ്. ക്യാൻ്റെ വേണ്ട, നമുക്ക് CMF ആയിട്ട് ഇരിക്കാം. ഇവനെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാം. ഇതാവുമ്പോൾ കറക്റ്റിന് പോവും. നല്ലതാണേനോ നമുക്ക് കഴിയണ ഇത് നമ്മൾ കളിക്കും. നമുക്കിത് ഈ ഒരു ഫോർമേഷൻ ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. വേണമെങ്കിൽ നമുക്ക് ഡാനിയൽ മോനെ ഇവിടെ ഇറക്കാം. ആൾക്കാരുടെ മാക്കലിസ്റ്ററിനെ ഇറക്കണമെങ്കിൽ ഇറക്കാം. നമുക്കിപ്പോൾ ഈ ഒരു ഫോർമേഷൻ വെച്ച് കളിച്ച് നോക്കാം ഗൈസ്. എന്നിട്ട് ഞാനുണ്ട് നമുക്ക് നോക്കാം. പിന്നെ ആർക്കെങ്കിലും കിക്ക് ഓർഡർ പറ്റിയ ഫോർമേഷൻ അറിയാണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കളിക്കാൻ പോവാണ്. കളി തുടങ്ങാൻ മുമ്പ് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോട്ട് 100 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് എന്തായാലും കളിയിലോട്ട് പോകാം. ആളൊന്നുണ്ട്. പിന്നെ നമുക്ക് ഫോൺ അനുസരിച്ച് കൊച്ചിൻ്റെ ആഗ്രഹമാണെങ്കിൽ നമുക്ക് ഡാനിയൽ മോനെ ഇറക്കാം, ബെനി ഇറക്കാം. മാക്കലിസ്റ്ററും ഉണ്ട്. എല്ലാവരും പറ്റിയതാണ്. ആർസെനലിൻ്റെ ഇതും ബാർസലോണ പറഞ്ഞുകൊണ്ടാണ് ആൾ വന്നിട്ടുള്ളത്. നമുക്കെന്തായാലും ഈ ബാറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നം എന്താ പറയുക, ഇടക്കിടക്ക് വൻ കളിയാവും, ഇടക്കിടക്ക് പിടിച്ചു കുത്താൻ തോന്നും. അതാണ് ഈ ബാറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നം. മാക്കലിസ്റ്ററിനെ ഇറക്കാം കാശ് നമുക്ക് പെടാം. കാരണം നെയ്മറിനെ കയറ്റേണ്ട കാശ്. നെയ്മർ പറഞ്ഞാൽ നല്ല പ്ലെയർ, ലിച്ചടിക്കണ വെല്ലും ട്രൈ ചെയ്യുന്നത്. പക്ഷേ നെയ്മറിനെ കയറ്റുകയാണെങ്കിൽ ഇവനെ ഇറക്കണം. പിന്നെ അറിയാലോ നിങ്ങൾക്ക് കിണ്ണാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ക്രിസ്റ്റോ പക്ഷെ നമുക്ക് പറ്റിയത് നമ്മൾ തപ്പിക്കൊണ്ട് കേട്ടോ. പ്രോഗ്രഷൻ ഒക്കെ നമുക്ക് കിട്ടിയത് നിങ്ങളെ അറിയിക്കൂട്ടോ. അപ്പോൾ നമുക്ക് കളിയിലോട്ട് സോങ് കണ്ട ടച്ച് ഒരു ഹോമാണ്. ടച്ച് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഗൈസ് ബോൾ പോയി. നമുക്ക് ഈ ഫോർമേഷൻ പറ്റിയതാണോ അറിയില്ല. സനേട്ടി സ്റ്റോയ്ക്കോ ഗൈസ്, എനിക്ക് ലെഫ്റ്റ് വിങ് ഇല്ലാതെ കഴിയണമില്ല. പക്ഷേ വിങ് പോക്കണം തന്നെയാണ് ഞാൻ ആലോചിക്കുന്നതും. പക്ഷെ എനിക്ക് ലെഫ്റ്റ് വിങ് ഇല്ലാതായിട്ട് കഴിയണമില്ല ഗൈസ്. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ഫോർലാന് ഇല്ല, സ്റ്റോയ്ക്കോവ് ബോൾ പോയി. ക്യാൻറ്റോൺ SS ആണ്. ക്യാൻറ്റോണക്ക് നല്ല SS തന്നെ കേട്ടാ. ഗൈസ് ബാറ്റിസ്റ്റൂട്ടാ ഫോർലാൻ ഒന്നും ഓടിക്കുക ഇല്ല ഗൈസ്. ബോൾ കിട്ടിയില്ല. ബോൾ കഴിക്കുന്ന പോവാണ്. ഡീൻ ഹൊയ്സൺ, ബെല്ലേട്ടി, ബാറ്റിസ്റ്റൂട്ട, ക്യാൻറ്റോണ. ബോൾ പോയി. ഇല്ല കീപ്പർ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. ക്യാൻറ്റോണെ കൊണ്ട് ട്രൈ എന്തോ അത്രക്കും അടിച്ച് കീപ്പറില്ലാട്ടോ അടിച്ചിട്ട് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ ലക്ക് ഗൈസ്. ഡൊമിനിക് സൊബോസ്ലൈ മിക്കവാറും ഇപ്പോൾ കീപ്പറിന് കൊടുക്കും. നമ്മളോടാ കളി നമുക്കല്ലേ അല്ല നമുക്ക് ഓക്കെ. ഞാൻ കീപ്പറിന് കൊടുക്കുന്ന അറിഞ്ഞുകൊണ്ട് ടാക്കിൾ ചെയ്താണ്. പക്ഷേ കുറച്ച് സ്പീഡിൽ ടാക്കിൾ ചെയ്തുകൊണ്ട് നമുക്ക് ത്രോ ആയി മാറി. നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടെങ്കിൽ നമുക്ക് ബോളും കിട്ടിയിരുന്നു. ഞാൻ പെട്ടെന്നാണ്ട് കിട്ടണമെന്നുള്ള രീതിയിൽ വെട്ടിയെടുത്താണ്. മാക്കലിസ്റ്റർ, ബാറ്റിസ്റ്റൂട്ട, മാക്കലിസ്റ്റർ നല്ല ഷോട്ട്. ഗോൾ. മാക്കലിസ്റ്റർ ഒരു 1.5 ഗോൾ തന്നെ നമുക്ക് വേണ്ടി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് എനിക്ക് വേണ്ടത് ഗൈസ്. ഈ ഗോളാണ്, ഇങ്ങനത്തെ കളിയാണ് നമുക്ക് വേണ്ടത്. മാക്കലിസ്റ്ററിൻ്റെ അങ്ങനത്തെ ബുള്ളറ്റ് ഇനി കുറേ വരണം. ഈ ഫോർമേഷൻ നല്ലൊരു ഫോർമേഷൻ തന്നെയാണെന്ന് എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട്. എനിക്ക് ലെഫ്റ്റ് വിങ് ഇല്ലാതെ കഴിയണില്ല. പക്ഷേ വിങ്ങില്ലാതെ എനിക്ക് കളിക്കും വേണം. ഇത് ചെയ്യാം. ഈ വാൻ ബ്യൂട്ടൻ ഇല്ലാണ്ടെങ്കിൽ എൻ്റെ ബാക്കൊക്കെ ഷോകയാണ് ഗൈസ്. ഭാഗ്യം നമ്മൾ കഴിയണ ഒരു വിധം ചെയ്യും. എന്താടാ എന്ത് ചെയ്തിട്ടാ? ഹാജിയൊക്കെ ഗോൾ അടിച്ചിട്ടുണ്ട്. ബാറ്റിസ്റ്റൂട്ട് പോരട്ടെ. ഇപ്പോൾ ബാറ്റിസ്റ്റൂട്ട് പറഞ്ഞപ്പോൾ നെർഫാക്കിയതല്ല, നല്ല കളിച്ചിനൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നമുക്ക് ബാറ്റിസ്റ്റൂട്ടിൻ്റെ കളി കാണാൻ കഴിയുള്ളൂ. ക്യാൻറ്റോണൊക്കെ പറഞ്ഞാൽ എപ്പോഴും ആ ഒരു ഫോമിലുണ്ടാവും. അങ്ങനത്തെ ആളാണ് ക്യാൻറ്റോണ.
ബാരിസ്റ്റൂട്ട, ഫോർലാൻ. ഒരു ക്യാനോണൊക്കെ കിട്ടിയില്ല ഗൈസ്. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ബുള്ളറ്റും കൂടി കാണേനു. ഇപ്പോൾ 1-1 സമനിലാണ്. നമ്മളെ മാക്കലിസ്റ്ററുടെ ഗോളേനു അടിപൊളി. ബോൾ എടുത്തതും കുറേ ആൾക്കാർ വെട്ടി അതിലൊന്നും പെടാതെ പോന്നു. സനേട്ടി, സ്റ്റോയ്ക്കോവിനിട്ട് വെട്ടി. എന്നിട്ട് ഫൗളൊന്നുമില്ല. അത് കള്ളക്കളിയല്ലേ? അതൊക്കെ ഫൗൾ വരാതെ എന്താ ചെയ്യ? പിന്നെ മജദ് അബ്ദുള്ള, ദീൻ ഹുസൈൻ, ഹ്രിസ്റ്റോ സ്റ്റോയ്ക്കോവ്, ഫോർലാൻ, മാക്കലിസ്റ്റർ, റിക് കാന്റോണ. ഇത് കുറേ നേരമായിട്ട് ഇവർ വെട്ടിന്, ഫൗളും തരുന്നില്ല. റഫറിക്ക് എത്ര റുപ്യ കൊടുത്തിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കുറേ നേരമായിട്ട് വെട്ടണമുണ്ട്. എന്നായിട്ട് ഫൗൾ കിട്ടുന്നുണ്ടോ എന്നാൽ കുഴപ്പമില്ലേനു. ഫൗളും തരുന്നില്ല. എന്തോ കള്ളജാതി മടക്കുന്നുണ്ട്. ഞാൻ ഡബിൾ ടച്ച് എടുക്കണേ. പക്ഷേ എൻ്റെ പ്രശ്നം എനിക്ക് സ്കില്ലൊക്കെ ഞാൻ ഡബിൾ ടച്ച് എനിക്ക് എടുക്കണമെന്നുണ്ട് എപ്പോഴും. പക്ഷെ ഡബിൾ ടച്ച് എടുക്കാൻ കഴിയില്ല. ചക്കൻ ബൂട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി വന്നിട്ട് കാണാം. എന്താ പറയുക, സെക്കൻഡ് ഇതാക്കിയിട്ടുണ്ട്. സബ് ഇറക്കിയിട്ടുണ്ട്. സബ് ഇറക്കിയപ്പോൾ എന്താ ഉണ്ടാവും എനിക്കറിയില്ല. നല്ല സബ് തന്നെ ഇറക്കിയിട്ടുണ്ടാവും. അതിനാവല്ലോ പോയത്. ഞാൻ വിചാരിച്ച് ലീവ് അടിച്ച് പോകുന്ന. കാരണം വെച്ചാൽ കുറച്ചൊക്കെ നേരം വെയിറ്റ് ചെയ്തിരിക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചതിന് ലീവ് അടിച്ച് പോകാനുള്ള വകുപ്പായി. ആകെ ഒരു സബ് ഇറക്കാനാണ് പോയത്. അത് വേറെ കാര്യം. സോക്കാസാക്കി, വാൻ ബൂട്ടൺ, അലക്സിസ് മാക്കലിസ്റ്റർ, ബെല്ലേട്ടി, ക്യാനോ അവിടെ കൊടുക്കലവിടെ. ബാറ്റിസ്റ്റൂട്ട കൊടുക്കണേനു. കൈക്കൊന്ന് പോയി ഗൈസ്. ബെല്ലേട്ടി, ബാറ്റിസ്റ്റൂട്ട, ഫോർലാൻ, കാന്റോണ. ക്യാനോക്കില്ല. ഫസ്റ്റ് ഹാഫ് ആയി. നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാം. നമുക്കവിടെ വെച്ച് ബാറ്റിസ്റ്റൂട്ട സബ് വരച്ചാലും ആലോചിച്ചിരുന്നു. പിന്നെ വേണ്ട വെച്ചാണ് കേട്ടോ ഫോർലാന്. ഈ ഇതിൻ്റെ പ്രശ്നം എന്താ? ത്രൂവിൻ്റെ ആൾക്കാരെ മറി കടന്ന് ആ ത്രൂ പോകണില്ല. ഓരോ സെൻറ്റർ ബാക്കിനെ മറി കടക്കണില്ല ത്രൂ ഒന്നും. മാക്കലിസ്റ്റർ ഒന്ന് കുത്തിക്കാം. കാന്റോണ, ബാരിസ്റ്റൂട്ട. ഈ ത്രൂ ആകുമ്പോൾ എന്തിനാ ഓടണം നിർബന്ധമാണ്. ഗോള് ഇവർക്കാരും പെട്ടെന്ന്. ഗൈസ്, ഐ ആം സോ ലക്കി. അതോ എനിക്ക് സ്ക്രിപ്റ്റാണോ? എനിക്ക് എപ്പോഴും സ്ക്രിപ്റ്റ് ഉണ്ടാവില്ലേ. പക്ഷെ എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനത്തെ ലക്ക് അവസരം വരുന്നു. ആദ്യമായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യമായിട്ടാവും. ഡിയോഫൊക്കെ അത്ര കൊടുത്തുനിന്ന് അടിച്ചാണ്ട് ബാർമ കടിക്കാറ് എൻ്റെ ലക്ക് എന്ന് പറയാം. എല്ലാ വേറൊന്നും പറയാൻ കഴിയില്ല. ചെക്കൻ കീപ്പറിനടുത്ത് ഇനിയിപ്പോൾ അടിച്ച് വിടുട്ടോ. കണ്ടോളി. ഇല്ല, ചെക്കന് വലിയ പേടിയില്ല എന്നതിനാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എന്തായാലും നമുക്കും പേടിയില്ല, നമുക്ക് തെളിയിച്ചു കൊടുക്കാം. ഇപ്പോൾ പേടിയാണ് ഗൈസ്. പക്ഷെ നമ്മളൊക്കെ ഒന്നും ബോൾ പോവില്ല. ബോൾ പോയാലും നമ്മൾ ഇതൊക്കെയാണ് പ്രശ്നം. നമ്മൾ ബാക്ക് പെട്ടെന്ന് പൊട്ടും. കൗണ്ടർ ആകുമ്പോൾ ബാക്കൊക്കെ പെട്ടെന്ന് പൊട്ടും. ആ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ലോങ് ബോൾ കൗണ്ടർക്ക് മാറിയാലോ ആലോചിച്ചിരുന്നു. പിന്നെ അത് വേണ്ട വെച്ചു. ബാരിസ്റ്റൂട്ടൊന്ന് എടുക്ക്. കാന്റോണ. ഇറ്റ്സ് എറിക് കാന്റോണ. ഞാൻ പറഞ്ഞത് കാന്റോണ പറഞ്ഞാൽ എപ്പോഴും ഒന്നും ഇന്നും ഫോമിലുള്ള ആളാണ്. അവൻ പൊളിക്കണമെങ്കിൽ പൊളിക്കുന്നു പറഞ്ഞ രീതിയിൽ തന്നെ കളിച്ചും ചെയ്യും ഗൈസ്. കാന്റോണ 1.5 പുളി തന്നെ പൊളിച്ചുകൊണ്ട് നമ്മളതിൽ ഒരു ഗോളാരടിച്ച് പറഞ്ഞാൽ ഒരു ഗോളാരടിച്ച് നമുക്ക് ബാരിസ്റ്റൂട്ടല്ല കാന്റോണ തന്നെ അല്ല. മാക്കലിസ്റ്ററും കാന്റോണയും. പക്ഷെ ഓരേലോ 2 ഗോളും ഹാജിക്കാക്കയാണ് 2 ഗോളും അടിച്ച്. ശരിക്കും പറഞ്ഞാൽ 3 ഗോളാവണ്ടേനോ. ഒന്ന് ബാർമ തട്ടിയോണ്ടാണ് ഒന്ന് രക്ഷപ്പെട്ട്. ഇനി ഹാജിയാക്ക ത്രോ എറിയാണ്. സാബി അലോൺസോ കൊടുത്തു. ഹുയ്സം എംബാപ്പെ എനിക്ക് തോന്നിയിരുന്നു അങ്ങോട്ടേ പോകുള്ളൂ. അതുകൊണ്ട് ബെല്ലറ്റിനവിടെ നോക്കാൻ വെച്ചിരുന്നു. മാക്കലിസ്റ്റർ റൈക്കാടൊന്ന് ഓടിക്കാം. ആരും ഓടും ചേട്ടപ്പോൾ. ലാഗും തനി ലാഗോ. നെയ്മറെ കൊണ്ട് ബ്ലിറ്റ്സൊക്കെ ട്രൈ ചെയ്യേണ്ടി ചെക്കായി. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ സമനില പിടിക്കാനുള്ള കളിയാവും മിക്കവാറും ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇതൊക്കെ എന്താ നമ്മൾ പിടിച്ചിരിക്കും ഗൈസ്. കളി നമ്മൾ പിടിക്കും. ചെക്കൻ്റെ നമുക്ക് മാക്കലിസ്റ്ററും കൂടെ അങ്ങോട്ട് ഓടിപ്പിക്കാം. പാസ് ഇട്ട് കളിക്കുകയാണ്. ഫോർലാൻ എന്നെടുക്കടാ. ഇവിടെ പോയി. ബാറ്റിസ്റ്റൂട്ട അവിടെ ഉണ്ട് കേട്ടോ. ബാറ്റിസ്റ്റൂട്ട അവിടെ വെയിറ്റിംഗ് ആണ്. ബാറ്റിസ്റ്റൂട്ട
ഫോർലാൻ അട്ടി വെട്ടി. അതിനെന്തെങ്കിലും മഞ്ഞക്കാടെങ്കിലും വേണം. കാരണം എന്താ വെച്ചാൽ നേരത്തെ അവിടുന്ന് ഒരുമാതിരി പരിപാടി കാണിക്കണം. ഇവർ കുറേ നേരം അവിടെ വെട്ടണേ, ഫൗള് തരുന്നില്ല. അത് നമ്മളെ പ്രശ്നമില്ലല്ലോ. ഇവിടെ തന്നെയാണ് പൊട്ടിച്ചാലോ ഗോള്. എന്തെങ്കിലും അഭിപ്രായം? നമുക്ക് ഇവിടെ തന്നെ പൊട്ടിക്കാം. അങ്ങനെയാണ് ചെക്കൻ ബോസ് അടിച്ച്. ഒന്നെങ്കിൽ സബ് വരുത്താൻ, അല്ലെങ്കിൽ ചെക്കൻ ലീവ് അടിച്ച് പോവാണ്. നമുക്ക് എന്തായാലും ഒരു സബ് വരുത്താം. നമുക്ക് ബാറ്റ് സ്റ്റുഡൻറ്റിനെ കയറ്റിടാം. ബാറ്റ് സ്റ്റുഡൻറ്റിൻ്റെ പകരം ഒരു വഴിയുണ്ട്, നമുക്ക് നെയ്മറിനെ ഇറക്കാം. കളി ആകെ മറിയും അങ്ങനെടാ. സോറി കേട്ടോ, നമുക്ക് ആ വീഡിയോ എന്താ പറയുക, ഗെയിം നമുക്ക് കളി പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ കളി നമുക്ക് ഫുൾ എടുക്കാൻ പറ്റിയില്ല, സ്റ്റോറേജ് ഇഷ്യൂ ഒക്കെ കാരണം നമുക്ക് ഫുൾ എടുക്കാൻ പറ്റിയില്ല. കുറച്ചൊക്കെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഇതുണ്ട് കേട്ടോ. അപ്പം 20 ലൈക്കാണ് ഇപ്രാവശ്യം. 20 ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുന്ന ടാസ്ക് നമ്മൾ ഇപ്രാവശ്യം ഉണ്ട്. അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നമ്മൾ പോവാണ്. ടാറ്റാ.